من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ ഗ്രന്ഥത്തിലൂടെ എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, എന്നിട്ട് പറയുന്നു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിന് അള്ളാഹുവിന് കീഴൊതുങ്ങണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, ശൈത്വാന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകും. ഇവിടെ വിശ്വാസികളെ വിളിച്ചിട്ട് ആദ്യം അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങണമെന്നാണ്. ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ അറിവ് പൂർണ്ണമാകുമ്പോഴാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള അവന്റെ അറിവ് എത്രത്തോളം പൂർണ്ണമാണോ അതിനനുസരിച്ച് അവൻ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഒരവസ്ഥയുണ്ടാകും. ഇവിടെ ഇതിൽ അള്ളാഹു ഉദ്ഖുലൂ ഫിസ്സിൽമി, സിൽമ് എന്ന വാക്കാ പറഞ്ഞത്. ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുക, സിൽമിൽ പ്രവേശിക്കുക. സിൽമ് എന്ന് പറഞ്ഞാൽ കീഴ്വണക്കം, കീഴൊതുക്കം എന്നാണ്. ആ സിൽമ് എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്നുണ്ടായത്. അള്ളാഹുവിന് കീഴൊതുങ്ങുക, അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുക, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. സിൽമ എന്ന അസില് സിൽമ, അള്ളാഹുവിന് കീഴൊതുങ്ങുക. അപ്പൊ അള്ളാഹുവിന് കീഴൊതുങ്ങിയവന്റെ, അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവന്റെ പേരാണ് മുസ്ലിം. ആ നിലക്ക് അള്ളാഹുവിനെ കീഴൊതുങ്ങണം നിങ്ങൾ പൂർണ്ണമായി എന്നാണ് അള്ളാഹു നമ്മളോട് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് കൽപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു മുഅ്മിൻ, ഒരാള് മുസ്ലിം ആവണമെങ്കിൽ അവൻ 5 കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, 2 ഷഹാദത്ത് കലിമ അംഗീകരിച്ച് അത് ജീവിതം കൊണ്ട് അതിന് സാക്ഷിയാവുക, ഷഹാദത്ത് കലിമ. രണ്ടാമത്തത് നമസ്കാരമാണ്, മൂന്നാമത്തത് സക്കാത്താണ്, നാലാമത്തത് നോമ്പാണ്, അഞ്ചാമത്തത് ഹജ്ജാണ്. ഈ 5 ഇസ്ലാമിക കാര്യങ്ങൾ പൂർണ്ണമായും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അയാൾ യഥാർത്ഥമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഷഹാദത്ത് കലിമ അംഗീകരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ പലരും സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന് കീഴൊതുങ്ങാത്തവരാണ്. അള്ളാഹു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്നാ പറയുന്നത്, നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങണം. അപ്പോ പൂർണ്ണമായും കീഴൊതുങ്ങ പറഞ്ഞാൽ എല്ലാ രംഗത്തും കീഴൊതുങ്ങുക. സമ്പത്തിനെ കുറിച്ച്, എന്താണ് സമ്പത്ത്, ആരാണ് സമ്പത്തിന്റെ ഉടമ,
സമ്പത്ത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ അള്ളാഹു വളരെ കൃത്യമായി ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് സാമ്പത്തിക രംഗത്തും അള്ളാഹുവിന് കീഴടങ്ങാൻ നമുക്ക് സാധിക്കുക. സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമന, നിങ്ങൾക്ക് നിലനിൽപ്പാക്കിയിരിക്കുന്നതാണ്. സമ്പത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. സമ്പത്തില്ല നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഭൗതിക ലോകത്തുള്ള നിലനിൽപ്പ് സമ്പത്തിലാണ്. ആ സമ്പത്ത് തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. ഖുർആൻ ധനം ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞിടത്ത് അങ്ങനെയാ പറഞ്ഞത്, അള്ളാഹുവിന്റെ ധനത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. അപ്പൊ നമ്മളൊക്കെ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനൊക്കെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കുന്ന ആളുകളാണ്. പക്ഷെ എല്ലാവർക്കും അവരുടെ അധ്വാനത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് സമ്പത്ത് നേടാൻ കഴിയുന്നില്ല. ചില ആളുകള് നമ്മൾ പറയല്ലോ, അവരൊക്കെ ഏതെങ്കിലും ഒരു വിത്ത് അങ്ങോട്ട് പറമ്പിലേക്ക് എറിഞ്ഞാൽ മതി, അപ്പൊ അവർ തന്നെ വ്യാപകമായിട്ടുണ്ടാവുന്നു. അപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു ധാരാളമായി കൊടുക്കുന്നു, ചില ആളുകൾക്ക് അധ്വാനിച്ചാലും അങ്ങനെ കൊടുക്കുന്നില്ല. ആ നിലക്ക് ഒരു സമ്പത്ത് അള്ളാഹു ഉദ്ദേശിച്ചതനുസരിച്ചാണ് നൽകുന്നത് എന്ന് ഖുർആൻ പറയാം. സൂറത്ത് സുഹ്റൂഫിൽ അള്ളാഹു നമ്മോട് ചോദിക്കാം, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യത്തെ വീതം വെക്കുന്നത് അവരാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, നമുക്കറിയാം നമ്മളല്ല സമ്പത്ത് വീതം വെക്കുന്നത് എന്ന്. നമ്മളെ തീരുമാനപ്രകാരം നമ്മുടെ ആഗ്രഹ പ്രകാരം സമ്പത്ത് നേടാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിരുന്നുവെങ്കിൽ നമ്മളൊക്കെ വലിയ സമ്പന്നന്മാരാകുമായിരുന്നു. പക്ഷെ നമ്മളാരും അങ്ങനെ സമ്പന്നന്മാരല്ല. അപ്പൊ അള്ളാഹ് പറയാണ്, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അവർക്ക് സമ്പത്ത് വീതം വെക്കുന്നത് നാമാണ്. ചില ആളുകളെ മറ്റു ചിലരെക്കാൾ ഉയർത്തിയിരിക്കുന്നു സാമ്പത്തിക കാര്യത്തിൽ. എന്തിനാണ് അങ്ങനെ ഉയർത്തിയത്? ചില ആളുകൾ മറ്റു ചില ആളുകളെ കീഴ്ജോലിക്കാരായി നിശ്ചയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഉയർത്തിയത്. എന്നിട്ട് പടച്ച റബ്ബ് ആ ആയത്ത് അവസാനിപ്പിക്കുന്ന വാക്കാണ് ഞാനും നിങ്ങളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. പടച്ചോൻ എനിക്കും നിങ്ങൾക്കൊന്നും തന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും തന്നില്ല, എനിക്ക് ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാവുന്ന രൂപത്തിൽ പടച്ചവൻ എനിക്കൊന്നും തന്നില്ല എന്ന് തോന്നിപ്പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് ചിന്തിക്കേണ്ടുന്ന വാക്കാണ് തൊട്ട് ശേഷം പറയുന്നത്, അവര് സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായത് റബ്ബിന്റെ കാരുണ്യമാകുന്നു. സമ്പത്ത് എനിക്ക് വിചാരിച്ചാൽ കിട്ടിയില്ലല്ലോ പടച്ചോനെ എന്ന് വെച്ച് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആയത്ത് അവസാനിപ്പിച്ച വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹ് പറയാ, നിങ്ങൾ വിചാരിച്ചതനുസരിച്ചാണോ നിങ്ങൾക്ക് സമ്പത്ത് കിട്ടുന്നത്? അല്ല, ഞാനാകുന്നു സമ്പത്ത് വിതരണം ചെയ്യുന്നത്. നിങ്ങളിൽ ചില ആളുകളെ ഞാൻ സാമ്പത്തികമായി ഉയർത്തിയിരിക്കുന്നു, ചില ആളുകളെ സാമ്പത്തികമായി താഴ്ത്തിയിരിക്കുന്നു. ചില ആളുകൾ മറ്റു ചില ആളുകളെ കീഴ്ജോലിക്കാരെ ആയി നിശ്ചയിക്കാൻ വേണ്ടി ആകുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമൊന്നല്ല, റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ അതാണ് നിങ്ങൾ നേടുന്ന നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായത്. ഏത് ദരിദ്രനും മനസ്സിന് കുളിർമ വന്നു പോകുന്ന വാക്കാണത്, അല്ലേ? റബ്ബിന്റെ കാരുണ്യമാണ് എനിക്ക് നേടിയെടുക്കേണ്ടത്, അതാണ് ഏറ്റവും ഉത്തമമായത്. ദുനിയാവുള്ളതൊക്കെ അവിടെ വിട്ടേച്ചു പോകുന്നതാണ് എന്നുള്ളതൊക്കെ പറയുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് സൂറത്ത് ശൂറയിൽ, അള്ളാഹു അവന്റെ ദാസന്മാർക്ക് ഇഷ്ടം പോലെ വിശാലമായി നൽകിയിരുന്നുവെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം കാണിക്കുമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടം പോലെ സമ്പത്ത് വാരിക്കോരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ആളെ കിട്ടൂല, അതുപോലെ തന്നെ തെങ്ങുമ്മക്കാറാനൊക്കെ ആളെ കിട്ടൂല, പറമ്പിൽ കൊത്താൻ ആളെ കിട്ടൂല. അതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്? അതൊക്കെ ജീവിക്കാനുള്ള മാർഗമല്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത്. നമ്മളെ പലരും നമ്മൾ ചെയ്യുന്ന ജോലി ഒരു പക്ഷെ തൃപ്തിപ്പെട്ട് ചെയ്യുന്നതായിക്കൊള്ളുന്നില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിക്കൊള്ളുന്നില്ല, ജീവിക്കാൻ വേറെ മാർഗമല്ല ഇത് ചെയ്യല്ലാതെ എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെ? എല്ലാവർക്കും ചിലപ്പോൾ പലർക്കും വൈറ്റ് കോളർ പണിയായിരിക്കും ഇഷ്ടം. പക്ഷെ ദുനിയാവ് നിലനിൽക്കണമെങ്കിൽ അതിനൊരു വ്യവസ്ഥ ആവശ്യമാണ്. അള്ളാഹ് പറയാണ്, എന്ത്? ഞാൻ അങ്ങനെ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിരുന്നെങ്കിൽ അവന്റെ ദാസന്മാർക്ക് അള്ളാഹു ഇഷ്ടം പോലെ കൊടുത്തിരുന്നെങ്കിൽ ഭൂമിയിൽ അവർ അതിക്രമം കാണിക്കായിരുന്നു, പിന്നെ ഈ പണിക്കൊന്നും ആളെ കിട്ടൂല, ആ ഒരു അവസ്ഥ എത്തും. സൂറത്ത് ഇസ്രായേൽ അള്ളാഹ് പറഞ്ഞു, ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിന്റെ റബ്ബ്
റിസ്ക് വിശാലമാക്കി കൊടുക്കുന്നു, വയഖ്ദിറു വേറെ ചില ആളുകൾക്ക് റിസ്ക് ചുരുക്കി കൊടുക്കുന്നു. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. അവൻ തന്റെ ദാസന്മാരെ കുറിച്ച് ഖബീറാണ്, ബസീറാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി, ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടറിയുന്നവൻ. അപ്പൊ എങ്ങനെ സമൂഹത്തെ നിലനിർത്തണമെന്ന് വളരെ കൃത്യമായി അറിയുന്നവനാണ് റബ്ബ്. ആ രണ്ട് വാക്കുകളും ഹബീർ എന്ന റബ്ബിനെ കുറിച്ചുള്ള വിശേഷണവും ബസീർ എന്ന വിശേഷണവും ഒരുപാട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ടതാണ് ഹബീർ ആണ് റബ്ബ് എന്ന പ്രയോഗത്തെ കുറിച്ച്, ബസീർ ആണ് റബ്ബ് എന്ന പ്രയോഗത്തെ കുറിച്ച്. അപ്പൊ അള്ളാഹു സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അത് തന്നെയാ പറഞ്ഞത്. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, അള്ളാഹു എല്ലാം കണ്ടറിയുന്നവനാണ്. അപ്പൊ ദുനിയാവിൽ മനുഷ്യരിൽ സമ്പന്നര് വേണം, ദരിദ്രര് വേണം, മുതലാളിമാര് വേണം, തൊഴിലാളികൾ വേണം. എന്നിട്ട് മുതലാളിമാർക്ക്, ധനികന്മാരായ ആളുകൾക്ക് അവരുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ടാവണം. അവര് കീഴ്ജോലിക്കാരോടുള്ള അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. കീഴ്ജോലിക്കാരായ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മുതലാളിമാരോട് കടപ്പാടും സ്നേഹവും ഉണ്ടാവണം. അങ്ങനെ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഒരൈക്യത്തോടുകൂടി കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്ന, അസൂയയില്ലാതെ, സമ്പന്നന് ഞാൻ സമ്പന്നനാണ്, എന്റേതാണ് സമ്പത്ത് എന്ന അഹങ്കാരമില്ലാതെ, ദരിദ്രന് ഞാൻ ദരിദ്രനായി പോയി, എന്നെ പടച്ചവൻ നിന്ദിച്ചു കളഞ്ഞു എന്ന നിന്ദ്യതാബോധമില്ലാതെ, പരസ്പര സ്നേഹത്തോടുകൂടി അസൂയയില്ലാതെ അഹങ്കാരമില്ലാതെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കെട്ടുറപ്പുള്ള ഒരു സമൂഹമാകണം മനുഷ്യ സമൂഹം എന്നതാണ് റബ്ബിന്റെ തീരുമാനം. അതിനുവേണ്ടിയാണ് നമുക്ക് സാമ്പത്തിക രംഗത്ത് അള്ളാഹു ഉന്നതരെയും താഴ്ന്നവരെയും നിങ്ങളെ വ്യത്യസ്ത നിലപാടിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ മാല ഹുൽവത്തുൻ ഖദിറ, പച്ച പിടിച്ച മാധുര്യമുള്ള വസ്തുവാണ് ഭൗതികധനം. വല്ലാഹു മുസ്തഖ്ലിഫത്തുൻ ഫീഹ, നിങ്ങൾ അതിലെ കൈകാര്യകർത്താക്കളാക്കിയിരിക്കുന്നു അല്ലാഹു. ഫയൻദുറു കൈഫ യശാ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവൻ ഖബീറാണ്, ബസീറാണ്, എല്ലാം കണ്ടറിയുന്നവനാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങിക്കൊണ്ട് സമ്പന്നന്മാർ അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക, ദരിദ്രന്മാരും താഴെക്കിടയിലുള്ള ആളുകളും അവരുടെ മുതലാളിമാരുടെ അസൂയ വെച്ച് പുലർത്താറുണ്ട് അവരുടെ ബാധ്യതകൾ നിർവഹിക്കുക. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമൂഹമാകണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ തീരുമാനത്തിന് കീഴൊതുങ്ങി ജീവിക്കണം. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, സമൂഹം ഇങ്ങനെ ആയിത്തീരണം എന്നതാണ് എന്റെ തീരുമാനം എന്ന് അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കുക. എന്നിട്ട് റബ്ബിന്റെ തീരുമാനം. അപ്പം ഞാൻ ദരിദ്രനായി പോയതിൽ എനിക്ക് സംതൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പലർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ റബ്ബ് പറയാണ്, ഇങ്ങനെ സമൂഹത്തിൽ സാമ്പത്തികമായ ഐശ്വര്യമുള്ളവരും സാമ്പത്തികമായി താഴെക്കിടയുള്ളവരും എല്ലാം ഉണ്ടാവണമെന്നത് എന്റെ തീരുമാനമാണ്. ഫസ്ബിർ, എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ ബാധ്യതകൾ നിർവഹിക്കണം. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ആ റബ്ബിന്റെ വിധിക്ക് നിങ്ങൾ കീഴൊതുങ്ങണം. അങ്ങനെ കീഴൊതുങ്ങാത്തത് കൊണ്ടാണ് സമ്പൽ സമൃദ്ധിയുള്ള ആളുകൾ അവര് സമ്പത്ത് എന്റേതാണ്, അതിന് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാനൊന്നും ഞാൻ തയ്യാറല്ല, എനിക്ക് തോന്നിയ രൂപത്തിൽ ഞാൻ ചെലവഴിക്കുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കഠിനമായ റബ്ബിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് ഖുർആൻ അറിയിക്കുന്നത്. കാരണം അത് അള്ളാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കലാണ്. അള്ളാഹുവിന്റെ തീരുമാനം സമൂഹം ഇങ്ങനെയായി ഞാൻ പറഞ്ഞ വിശദീകരിച്ച രൂപത്തിലായിത്തീരണം എന്നതാണ്. പരസ്പര ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് പരസ്പര സഹകരണത്തോടു കൂടി കെട്ടുറപ്പുള്ള ഒരു സമൂഹമായി തീരണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആ തീരുമാനത്തിന് കീഴൊതുങ്ങാൻ തയ്യാറല്ലാതെ എന്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് തോന്നിയ രൂപത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് ഖുർആനിൽ താക്കീത് നൽകിയിട്ടുള്ളത്. ഖുർആനിൽ ധാരാളം ആയത്തുകൾ, പല സ്ഥലത്തുള്ള ആയത്തുകൾ നമുക്ക് കാണാം. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم ولا يحسبن, വിചാരിക്കേണ്ടതില്ല, الذين يبخلون بما آتاهم الله من فضله, അല്ലാഹു നൽകിയ ഔദാര്യത്തിൽ നിന്ന് ചെലവഴിക്കാത്തവൻ ഹുവ ഖൈറൻ ലഹും, അതവന് ഖൈറാണെന്ന് അവൻ വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അതവന് ശർറാണ്. സയുതവഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ പിശുക്ക് വെച്ച ആ ധനം കൊണ്ട് അവന് കണ്ടാഭരണം അണിയിക്കപ്പെടുമെന്ന്
ഖുർആനിൽ. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വല്ലദീന യക്നിസൂന الذهب والفضة, സ്വർണവും വെള്ളിയുമൊക്കെ നിധിയാക്കി കൂമ്പാരമാക്കി വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അല്ലാഹ് കൽപ്പിച്ച രൂപത്തിൽ ചെലവഴിക്കാത്ത ആളുകൾ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. എന്തുകൊണ്ടാണ് ശിക്ഷ വരുന്നത്? അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴൊതുങ്ങാത്തത് കൊണ്ട്. അള്ളാഹു സമൂഹം എങ്ങനെ ആയിത്തീർണമെന്നാണോ കണക്കാക്കിയിട്ടുള്ളത്, ആ തീരുമാനത്തിന് മനുഷ്യർ കീഴൊതുങ്ങാതെ സമ്പത്ത് എന്റേതാണ് എന്നുള്ള നിലക്ക് മനുഷ്യർ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്തും ബർക്കത്തും ആ സമ്പത്തിൽ ഉണ്ടാകുമെന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വളർച്ച എന്നും വിശുദ്ധി എന്നുമാണ്. ആ പദത്തിന്റെ അർത്ഥം തന്നെ വളർച്ച, സാമ്പത്തിക വളർച്ച ഉണ്ടാവും സക്കാത്ത് കൊടുത്താൽ എന്നാണ്. വിശുദ്ധി ഉണ്ടാകുമെന്നാണ്. വിശുദ്ധി എങ്ങനെയാണ്? വിശുദ്ധി മാനസിക വിശുദ്ധിയാണ്, സാമ്പത്തിക വിശുദ്ധിയാണ്. സക്കാത്ത് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്, വിശുദ്ധി എന്നും വളർച്ച എന്നും. ഈ വിശുദ്ധി എങ്ങനെയാന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഒന്ന് മാനസിക വിശുദ്ധിയാണ്. ഈ പണം സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ മനുഷ്യരിൽ പലർക്കും അവനവന്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ആ പ്രയാസം അങ്ങോട്ട് നീങ്ങിയിട്ട് യാതൊരു മനസ്സറപ്പുമില്ലാതെ കയ്യറപ്പുമില്ലാതെ ധർമ്മം ചെയ്ത് ശീലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യത്വം. അതാ ഖുർആൻ പറഞ്ഞത്, ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അപ്പൊ അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ്, ഇത് സാധുവിന്റെ അവകാശമാണ്, ഞാൻ കൊടുക്കൽ നിർബന്ധമാണ് എന്ന ബോധത്തോടു കൂടി ഒരു മനസ്സറപ്പുമില്ലാതെ മടിയുമില്ലാതെ അങ്ങനെ കൊടുത്തു ശീലിക്കുമ്പോൾ മനസ്സിന്റെ പിശുക്ക് അങ്ങോട്ട് നീങ്ങുകയും അങ്ങനെ മാനസികമായി വിശുദ്ധി നേടിയെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായ വിശുദ്ധിയും നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായ വിശുദ്ധിയെ കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം. ഒരു മനുഷ്യൻ അയാൾ ജടപിടിച്ച മുടിയും നീണ്ട താടിയും ഒക്കെ ആയി പൊടിപുരണ്ട ശരീരവുമായി കൊണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ കൈയുയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്. റസൂൽ എന്ന് ചോദിക്കുക, അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? മൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ധരിച്ച വസ്ത്രം ഹറാമാണ്. മഅ്കലുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. മശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന പാനീയം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ട നിലക്ക് ധനം കൈകാര്യം ചെയ്യുന്നവനാണ് അവൻ. നമ്മുടെ സമ്പത്തിൽ സാധുക്കളുടെ അവകാശം വകവെച്ച് കൊടുക്കാതെ അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഹറാമായ ധനാണ്. ആ ഹറാമായ ധനം തിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരിക്കലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല എന്നാണ്. അപ്പൊ നമ്മുടെ സമ്പത്തിനെ വിശുദ്ധിയാക്കും, നമ്മുടെ മനസ്സിനെ വിശുദ്ധിയാക്കും. ഇതാണ് സക്കാത്ത് എന്ന പദം കൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരർത്ഥം വളർച്ച എന്നതാണ്, സാമ്പത്തികമായ വളർച്ച. വിശുദ്ധ ഖുർആനിൽ പിന്നെ ഈ സക്കാത്ത് ചെലവഴിക്കുന്നിടത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഖുർആന് പിന്നെ ശൈത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് പേടിപ്പെടുത്തും. ഞാൻ കൊടുത്താൽ തീർന്നു എന്ന് പേടിപ്പെടുത്തും ശൈത്താൻ എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹു പറയാ, ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യം ഭയപ്പെടുത്തുന്നു, കൊടുത്താൽ തീർന്നു പോവോ, ഇല്ലാതെ പോവോ, എന്റെ അതിനകത്തൊക്കെ എന്താ ഉള്ളത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ. മുറുക്കുമ്പിൽ നിങ്ങളോട് വൃത്തികെട്ട കാര്യങ്ങൾക്ക് ശൈത്താൻ കൽപ്പിക്കുന്നു. എന്നാൽ അള്ളാഹു നിങ്ങളോട് അവൻ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിന്റെ ഔദാര്യവുമാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലനായാണ്, എല്ലാം അറിയുന്നവനാണ്. അപ്പൊ സമ്പത്ത് മറ്റുള്ളവന്റെ സാധുവിന്റെ അവകാശമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവരുടെ സമ്പത്തിൽ നിന്ന് നിർണിതമായ ഒരു വിഹിതമുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും ദരിദ്രർക്കും അവർക്കൊരു അവകാശം ഇവന്റെ സമ്പത്തിലുണ്ട്. അത് അവരുടെ അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. ആ ബോധത്തോടു കൂടി അത് കൊടുത്താൽ കുറഞ്ഞു പോവുകയില്ല, അള്ളാഹു ഇനിയും വിശാലമായ ഔദാര്യം നൽകും എന്ന ബോധത്തോടു കൂടി ചെലവഴിക്കുന്നവന് അള്ളാഹു അതിൽ ബർക്കത്ത് നൽകും എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും കാണാൻ സാധിക്കുന്നത്. അപ്പോ ഈ സക്കാത്ത് എങ്ങനെയാണ് വളർച്ചയുണ്ടാകുന്നത്?
നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞു പലിശയെ അള്ളാഹു കെടുത്തി കളയുന്നു, മായ്ച്ചു കളയുന്നു. അള്ളാഹു വളർത്തുന്നു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വമാ ആതൈതും മിനർ റിബ, നിങ്ങൾ നൽകുന്ന പലിശ ലിയർബു ഫി അംവാലിന്നാസ്, സമ്പത്തിൽ വർധനവുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന പലിശ ഫലാ യർബു ഇൻദല്ലാഹ്, അത് അള്ളാഹിന്റെ അടുക്കൽ വളരുകയില്ല. എന്നാൽ നിങ്ങൾ ചെലവഴിക്കുന്ന സക്കാത്തായി നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞു. ഈ വളർച്ച ശരിക്കും നമുക്ക് ഭൗതികമായിട്ട് സമൂഹത്തിൽ കൃത്യമായി കാണാവുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, പലിശക്ക് പണം വാങ്ങുക ആരാണ്? സാമ്പത്തികമായി ചികിത്സക്കോ വീട് നിർമ്മാണത്തിനോ അത്യാവശ്യത്തിന് മാർഗമില്ലാത്തവനാണ് പലിശക്ക് കടം വാങ്ങുക. ഈ പലിശക്ക് പണം വാങ്ങിയാല് ഇവന് ഈ സാധു അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ഈ മുതലും പലിശയും ഇങ്ങനെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി എത്രത്തോളം പിന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് പലിശ ഇങ്ങനെ കുന്നുകൂടുമല്ലോ. അപ്പൊ ഈ സാധു അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവൻ ഈ കടം വാങ്ങിയ പണവും അതിന്റെ പലിശയും കൊടുത്ത് ഇങ്ങനെ സാധു പടുകുഴിയിലേക്ക്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തും. സമ്പന്നനാവട്ടെ, സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടി അവൻ സമ്പത്ത്, അത് ഒരു പക്ഷെ ബർക്കത്തുള്ള സമ്പത്തല്ല, അത് അപകടമായിട്ടോ രോഗമായിട്ടോ ഒക്കെ തെറിച്ചു പോകും പലപ്പോഴും. ആ ബർക്കത്തില്ലാത്ത മുതലാകുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് വരിക. അപ്പൊ സമ്പത്ത് മുഴുവൻ സമ്പന്നരിൽ കുമിഞ്ഞുകൂടുകയും ദരിദ്രൻ കുത്തുപാളയെടുത്ത് അങ്ങേയറ്റത്തെ പ്രയാസത്തിലായി തീരുകയും ചെയ്യും പലിശയുടെ. എന്നാൽ സക്കാത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, സക്കാത്ത് കൊടുക്കുമ്പോ അത് സാധുക്കളുടെ കയ്യിലേക്ക് പണം എത്തും. സാധുക്കളുടെ കയ്യിലേക്ക് പണം എത്തിക്കഴിയുമ്പോൾ നാട്ടിലുള്ള ചെറുകിട കച്ചവടക്കാർക്കൊക്കെ കച്ചവടം ഉണ്ടാകും. ചെറുകിട കച്ചവടക്കാർക്കൊക്കെ കച്ചവടം ഉണ്ടാകുമ്പോൾ ആ കച്ചവടത്തിന്റെ ഗുണം വൻകിട കച്ചവടക്കാരിലേക്ക് എത്തും. ആ വൻകിട കച്ചവടക്കാരിലേക്ക് ഗുണം എത്തുമ്പോൾ അത് പിന്നെ വീണ്ടും ഉൽപാദകരിലേക്ക് എത്തും. അങ്ങനെ ഉൽപാദകൻ എന്ന് പറയുന്നത് ഈ മുതലാളിയും തൊഴിലാളിയും തന്നെയാണ്. അങ്ങനെ ഈ സമ്പത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ സാമ്പത്തികമായി സക്കാത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളർച്ച, ഇതൊക്കെ ദുനിയാവിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. സാമ്പത്തികമായി വളർച്ച ഉണ്ടാവുന്നതാണ് സക്കാത്ത്. എന്നാൽ പലിശ എന്ന് പറഞ്ഞാൽ ദരിദ്രനെ കുത്തുപാള എടുപ്പിക്കുന്നത്. അപ്പൊ ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യവും റഹ്മത്തും ബർക്കത്തും ഒക്കെ ഉണ്ടാകും, നിങ്ങൾ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എന്നിട്ട് പിന്നെ ഖുർആൻ പലിശ വാങ്ങരുത്, സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താ അറിയോ? വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അദീം. അത് നേരത്തെ ഒക്കെ പറഞ്ഞ ആയത്തിന്റെ അവസാനം പോലെ തന്നെയാണ് ഈ ആയത്തിന്റെ അവസാനം. ഒരുപാട് ചിന്തിക്കണം, അള്ളാഹുവിന്റെ വാക്കുകൾ എത്രത്തോളം കനപ്പെട്ട വാക്കുകളാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ആയത്തുകളാണ് ഇതൊക്കെ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അദീം. അങ്ങേയറ്റത്തെ പാപികളായ നന്ദികെട്ട ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ പലിശ വാങ്ങുന്നവർ അങ്ങേയറ്റത്തെ അള്ളാഹുവിനോട് നന്ദി കെട്ടവരാണ്, സമൂഹത്തോട് ഒരു കടപ്പാടുമില്ലാത്തവരാണ്, പാപികളാണ് എന്നും, എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ എന്നും അള്ളാഹു നമുക്ക് അറിയിച്ചു തരാണ്. അപ്പൊ ആ നിലയ്ക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സാമ്പത്തികമായ ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങണേ എന്ന അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് പൂർണ്ണമായും എല്ലാ രംഗത്തും അള്ളാഹുവിന് കീഴൊതുങ്ങി എന്നവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സക്കാത്ത് നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയാണ് എന്നും അത് സാധുവിൻ്റെ അവകാശമാണ് എന്നും നമ്മൾ കൊടുത്തുവിട്ട നിർബന്ധമാണ് എന്നുമാണ് നമ്മൾ ഒന്നാം ഖുത്ബയിൽ വിശദീകരിച്ചത്. സക്കാത്തിനെ കുറിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും പറയണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വേണം. ഖുത്ബയുടെ പരിമിതമായ സമയം കൊണ്ട് അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ജുമാ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ബാക്കി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരല്പസമയം അവിടെ വിശദീകരിക്കാം. തിരക്കുള്ള ആളുകൾക്കൊക്കെ പോവുകയും ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ നിലക്ക്
ഖുത്ബ കഴിഞ്ഞതിന് ശേഷം അല്പസമയം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗൗരവവും മഹത്വവും പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ 2-10 പേര് ചുരുങ്ങിയ സമയത്ത് അത് വിശദീകരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരാൾ റമദാനിന്റെ മഹത്വം കാണണമെങ്കിൽ, റമദാനിന്റെ അവസാനത്തെ 10 അതിന്റെ മഹത്വം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഖുർആനിന്റെ മഹത്വം ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഉൾക്കൊള്ളാൻ സാധിക്കണം. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു തആലക്ക് നമ്മോട് പറയാനുള്ള അള്ളാഹുവിന്റെ കലാം. ആ അള്ളാഹുവിന്റെ കലാം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് 100% ഉറപ്പുള്ള ഒരു മനുഷ്യന് മാത്രമേ റമദാനിനെ ആദരിക്കാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 10. അള്ളാഹു കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഗ്രന്ഥം എന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞു. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസത്തെക്കുറിച്ചും അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ ആ മുബാറക്കായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പം ഖുർആൻ അനുഗ്രഹീതമാണ്, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസം അനുഗ്രഹീതമാണ്. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു എന്ന്. നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ് റബ്ബ്. അത് എനിക്കും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു ഖുർആനിന് എത്രത്തോളം മഹത്വം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. 5 അധ്യായങ്ങളിലാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആൻ തുടങ്ങുന്നത്. ആ 5-ൽ 4 അധ്യായവും ഈ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, ഗോളങ്ങളെ, രാപ്പകലുകളെ ഇതൊക്കെ സംവിധാനിച്ച, ഇരുട്ടും വെളിച്ചവും ഒക്കെ സംവിധാനിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി വജാഇലുൽ മലായികത്തി റുസുല, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർളി വജഅല അദ്ദുലുമാതി വന്നൂർ. അങ്ങനെ 4 അധ്യായവും ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളെ സംവിധാനിച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ, എന്നാൽ ഒരു അധ്യായം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, തന്റെ ദാസന്റെ മേൽ ഗ്രന്ഥം അവതരിപ്പിച്ചവൻ എത്ര അവൻ അൽഹംദുലില്ലാഹ്, അവനാകുന്നു സർവസ്തുതി. അപ്പൊ ആകാശഭൂമികളെയും സൃഷ്ടിക്കുകയും രാപ്പകലുകളെയും ഇരുട്ടും വെളിച്ചവും സംവിധാനിച്ച അതേ ഗൗരവത്തിൽ തന്നെ മനുഷ്യർക്ക് മാർഗദർശകമായി കൊണ്ട് ഖുർആൻ അവതരിപ്പിച്ചതിന് ആ ഖുർആനിന്റെ വചനങ്ങളെ അള്ളാഹു വിശദീകരിക്കുക. എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചം റബ്ബിന്റെ നിയമ വ്യവസ്ഥിതിക്കനുസരിച്ച് സെക്കൻഡ് പോലും തെറ്റാതെ നിലനിൽക്കുന്നു, ഭദ്രമായി നിലനിൽക്കുന്നു, എവിടെയും ഒരു താളപ്പൊരുത്തും പിഴവുമില്ല. അതുപോലെ ഭദ്രമായ നിലക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി മനുഷ്യർക്ക് കഴിയാൻ സാധിക്കണമോ, റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിക്കണം, അനുസരിക്കണം, അതിന് കീഴൊതുങ്ങണം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് 5 അധ്യായങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ നമുക്കത് വളരെ കൃത്യമായി സമൂഹത്തിൽ നിന്ന് കാണാവുന്നതാണ്. എന്തൊക്കെയാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് നമുക്ക് പോലും അറിയില്ല. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ, പറയാനും വിശദീകരിക്കാനും പോലും പറ്റാത്ത കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? മനുഷ്യർക്ക് മനുഷ്യത്വം ഇല്ലാതെയായി പോയി. അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരുമ്പോ മനുഷ്യർക്ക് മനുഷ്യത്വം തിരിച്ചു കിട്ടും, പരസ്പര സ്നേഹവും കരുണയും തിരിച്ചു കിട്ടും, സമാധാനത്തോടുകൂടി. എത്ര ദുനിയാവിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉള്ളവനായി തീർന്നാലും ശരി, സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അത്രക്ക് കാരുണ്യം, മനുഷ്യരോട് കാരുണ്യം നിറഞ്ഞതാണ് ആ ഗ്രന്ഥം. റഹ്മത്ത് എന്നും നൂറ് എന്നും ഷിഫാ എന്നും ഒക്കെ അള്ളാഹു വിശദീകരിച്ച ആ ഗ്രന്ഥം, അത് അവതരിപ്പിക്കപ്പെട്ട ദിവസത്തിനും മാസത്തിനും അള്ളാഹു അങ്ങേയറ്റത്തെ പവിത്രത നൽകിയിരിക്കുന്നു. അത് അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നും അതുപോലെ തന്നെ അവസാനത്തെ 10 മുഴുവൻ പ്രതീക്ഷിക്കണമെന്നും ഒക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ അവതരിപ്പിച്ചത് രാവിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന്
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവസാനത്തെ 10 റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരയും തലയും മുറുക്കി ഇറങ്ങാൻ നമ്മൾ പറയല്ലേ, ആ രൂപത്തിൽ അര മുറുക്കി ഉടുക്കുമായിരുന്നു. അപ്പൊ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കാണ്. എത്ര നന്മ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ, എന്തൊക്കെ നന്മകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. നമ്മൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദിക്ർ ചെല്ലാൻ പറ്റും, ഖുർആൻ പാരായണം കേൾക്കാൻ പറ്റും. നമ്മൾ ഇന്ന് പള്ളികളിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഈ മൊബൈൽ ഖുർആൻ നോക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമികമായ മറ്റ് ഫത്വകളോ മറ്റോ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചോ അല്ല പറയുന്നത്. അതല്ലാതെ ദുനിയാവിന്റെ കാര്യങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതൊക്കെ മാറിയിട്ട് കഴിവിന്റെ പരമാവധി റമദാനിന്റെ 1 മിനിറ്റ് പോലും ഞാൻ അനാവശ്യമായി ചെലവഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന്റെ മഹത്വം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഖുർആനിന്റെ മഹത്വവും അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നതും ആ ഹബീറായ അലീമായ എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ റബ്ബ് നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ഖുർആൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഖുർആനിലേക്ക് കൂടുതൽ അടുത്തറിയുക. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച ആ ദിവസത്തിന് അവസാനത്തെ 10 ദിവസങ്ങൾക്കുള്ള മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് കഴിവിന്റെ പരമാവധി നിന്ന് നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും കഴിയാവുന്ന എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുക. അള്ളാഹു റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്ക് അമ്പിയാക്കന്മാരും ശുഹദാക്കളും സാലിഹ്യങ്ങളും ഒക്കെ റബ്ബിലേക്ക് തിരിച്ചു പോയതുപോലെ ആ രൂപത്തിൽ അത്യുന്നതമായ സ്ഥാനവും പദവിയും നേടിക്കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റബ്ബ് എന്നെയും നിങ്ങളെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബെ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ, യഖീനായ സുദൃഢമായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബെ, അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരുന്ന റബ്ബെ, നാഥാ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ നാഥ. റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ, സാമ്പത്തികവും ജോലി സംബന്ധവുമായ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുടെ എല്ലാവരുടെയും പരീക്ഷണങ്ങളെ നീ നീക്കിത്തരണ റഹ്മാനെ, ഞങ്ങൾക്ക് ഏവർക്കും ഇരു ലോകത്തും നീ ജീവിത വിജയം നൽകണ റബ്ബെ. അള്ളാഹുവെ, പ്രവാചകന്മാര്, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ പ്രവേശിക്കുന്ന അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.